സോ ഇന്ന് നമ്മൾ എഗെയിൻ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൊടുക്കുന്നത്. നമ്മൾ യൂഷ്വലി നമ്മൾ പഠിച്ചത് മാത്രമല്ലാതെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് സ്റ്റാർട്ട് വിത്ത് ദിസ് കോർണർ. കോർണറിൽ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് നനച്ചിട്ടുണ്ട്. ആൻഡ് ഐ ആം ഗോയിങ് ടു ടേക്ക് ദിസ് യെല്ലോ, ദിസ് പെർട്ടിക്കുലർ യെല്ലോ. ഇപ്പോൾ യെല്ലോ എടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ബോഹോ പെയിൻറ്റിങ് വരയ്ക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ബോർഡർ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഒന്നും ഹൈലൈറ്റ് ചെയ്യരുത്. വി ആർ ജസ്റ്റ് യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ കളർ അലോൺ. അപ്പോൾ ആ കളർ എടുത്തു, കണ്ടോ, ഇങ്ങനെ ഞാൻ ബോർഡർ ഇട്ടു. ഇനി ഞാനിത് ഫുൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ആദ്യം ബോർഡർ കൊടുത്തതിന് ശേഷം ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ദേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് സെറ്റാക്കി കൊടുക്കും. ഓൾറൈറ്റ്, കൊടുത്തതിന് ശേഷം നമ്മളിനി യൂസ് ചെയ്യുന്ന ഐ എം ജസ്റ്റ് ഗിവിങ് ദിസ് പർട്ടിക്കുലർ ബ്രൗൺ. ഈ ഒരു ബ്രൗൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വാട്ടർ എടുത്തു. ഞാൻ എല്ലാ എൻ്റെ കയ്യിലുള്ള വാട്ടർ കളർ പാലറ്റ്സ് ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട്, വേറെ ഒന്നുമല്ല, മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല വേരിയൻസ് ഓഫ് കളേഴ്സ് കിട്ടും. ഇപ്പോൾ ഈ ക്യാമലിൻ്റെ ഈ പാലറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് വിൽ ബി ലൈറ്റ്. നമ്മൾ ചോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ എം ജസ്റ്റ് ഗോണ ഗിവ് ആ ഒരു ബ്രൗണ് ഫുള്ളായിട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഇൻ കേസ് കുറച്ച് മെസ്സി ആയാലും അറ്റം നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മളിപ്പോൾ ബ്രൗൺ ഏകദേശം ഒന്ന് ഫിൽ ചെയ്തിട്ട് ഇനി നമ്മുടെ മെയിൻ ടാസ്ക് എന്താണ്? ഇതിൻ്റെ അറ്റം ശരിയാക്കി കൊടുക്കുക, പിന്നെ ഉള്ളിലൊന്ന് സെറ്റ് ചെയ്യുക. ഞാൻ ഉള്ളിൽ ഇനി സെറ്റ് ചെയ്യാൻ പോകണേ. ഇപ്പം സെറ്റായില്ലേ, കണ്ടോ, കംപ്ലീറ്റ് ഇതായില്ലേ, ഒരേ ടോണിലായില്ലേ. ഇത്രയായി, ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഈ ഒരു പാർട്ടിലാണ്. നമ്മളിവിടെ ബ്രൗൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഈ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത്. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ കുറച്ച് ഒരു ബ്രൈറ്റ് ഗ്രീൻ, നമ്മുടെ ഡാർക്ക് ഗ്രീൻ അല്ല, പകരം ഫ്ലൂറസെൻറ്റ് ഗ്രീൻ. ഞാൻ അതിൻ്റെ ബോർഡർ ഫസ്റ്റ് ഇങ്ങനെ ഇതേ കൊടുത്തു. ഇനി ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായി. നമ്മൾ വാട്ടർ കളർ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഇൻകൺസിസ്റ്റൻസി അവിടെ ഇവിടെയുണ്ടാവും, പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമുക്കത്
ലാസ്റ്റ് ഫൈനലി കണ്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് വെള്ളം തൊട്ടിട്ട് താഴ്ന്ന് മുകളിലേക്ക് ഒരേ കൺസിസ്റ്റൻസിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻകൺസിസ്റ്റൻസികൾ ഇല്ലാണ്ടാക്കാം. അതായത് കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് കളറുണ്ട്, കുറച്ച് കളറില്ല, ചില സ്ഥലങ്ങളിൽ കളർ കൂടി, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഫൈനലി എന്താ ഞാൻ ചെയ്യാൻ പോണത്, ഒന്നുകൂടെ ആ കളർ എടുത്തിട്ട് ഈ ബോർഡർ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുന്നൂടെ ഒന്നുകൂടെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ കുറച്ച് പെയിൻറ്റ് സ്പില്ലായിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സ്പില്ലാവാതെ നോക്കണം കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് അവിടെ സ്പില്ലേജ് വന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് പിങ്ക് കളറാണ്. സോ ഐ ഹാവ് ദിസ് പിങ്ക് കളർ. ആ പിങ്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ആർച്ച് പോലെയാണ് ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും കൊടുത്തു. ഇനി ബോർഡർ ഞാനൊന്ന് ഇത്തിരി ബോർഡർ ഇടുമ്പോൾ ഞാൻ ഇത്തിരി ഷെയ്ക്ക് ചെയ്ത് വളച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഷേപ്പ് വരാനാണേ. നമ്മൾ നേരത്തെ ഇട്ടത് പ്ലെയിൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലേ. സോ കണ്ടോ, നമുക്ക് ഇങ്ങനൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഇങ്ങനെയായി കണ്ടോ, മേജർ പാർട്ട് വരുന്നത്. അപ്പോൾ അതിന് ഞാൻ നല്ല ബ്ലാക്ക് മാർക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ എപ്പോഴും യൂസ് ചെയ്യുന്ന CD DVD മാർക്കറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു പോർഷൻ ഇത് ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പല്ലേ വന്ന്, ആ ഷേപ്പിനെ തന്നെ കുറച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കേട്ടോ, ഒരു മിനിറ്റ് അല്ലേ. അപ്പോൾ ആ മാർക്കർ എടുത്തിട്ട് ഇങ്ങനൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഒരു ലൈൻ ഇട്ടു, അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത ലൈന് ഇവിടെ നിന്ന് ഇതേപോലെ കണ്ടോ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇത് ഇതേ ഫോർമാറ്റിൽ തന്നെയല്ല, ഏകദേശം ഈ ഷേപ്പ് വന്നാൽ മതി. ഇനി ഇവിടെ നമ്മളൊരു ബട്ടർഫ്ലൈനെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ബോഹോ രീതിയിൽ ബട്ടർഫ്ലൈനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചെറിയ ലൈൻ വരച്ചു. ഇനി അതിന് ഇങ്ങനെ കൊണ്ടുവന്നു, അതായത് ഈ ഒരു ഏരിയ ഷാർപ്പൻ ചെയ്തിട്ട് ഇവിടെ പിന്നെ അതിന് കുറച്ച് ബ്രോഡൺ ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കും. ദിസ് വിൽ ബി ദ ബോഡി. എന്നിട്ട് അവിടെ നമ്മളെപ്പോഴും കൊടുക്കുന്ന പോലെ ഇതിങ്ങനെ രണ്ട് ഹെഡ് പോർഷൻ പോലത്തെ കൊണ്ടുവരും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള പൂവിൻ്റെയൊക്കെ മോഡലില്ലേ, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സി പോലത്തെ കൊണ്ടുവന്നു. പിന്നെ അവിടെ നേരെ മുകളിൽ കൊണ്ടുപോയി ഒരു പൂവിൻ്റെ പോലത്തെ ബോഡി സ്ട്രക്ചർ കൊടുത്തു. എന്നിട്ട് അതിനൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്ത് ഒരെണ്ണം, അത് പകുതി ഉണ്ടാവുള്ളൂ കണ്ടോ, ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോറി, ഇനി നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയും ഇവിടെ വരച്ചു. ഇനി നമുക്കുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ ഞാൻ ഇങ്ങനെ ചെറിയൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
ഇതിനെ ഇവിടെ നിന്ന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, വളരെ തിന്നായിട്ട് കേട്ടോ. ഇങ്ങനെ അതേപോലെ ഇങ്ങനെ പല ചെറിയ ചെറിയ ഷേപ്പുകളിൽ ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വരണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വാളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഒരേ പോയിന്റിലേക്ക് തന്നെ അത് വന്ന് എൻഡ് ചെയ്യണം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ലീഫ് കൊടുക്കുകയാണ്. ഈ ലീഫിൻ്റെ പ്രത്യേകതയാണ് വി ആർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓൺ എ സെയിം പോയിന്റ്. ഈ ഒരു പോയിന്റിലേക്ക് ഇത്രയും കൊണ്ടുവന്നു. ഇനിയാണ് നമ്മുടെ മേജർ പോയിന്റ്, അതായത് ഈ ഒരു സൈഡിൽ എൻഡ് പാർട്ടിൽ. അപ്പം അതിനകത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നുണ്ട്. ഈ പോയിന്റിൽ, അതായത് ഗ്രീനിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലവർ വരച്ചു. ഇനി അതേപോലെ ഇതേ പോയിന്റ്, നമ്മളിത് നമ്മുടെ ട്യൂട്ടോറിയലിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ലൈവ് സെഷനിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ 3 ലീഫ് കൊണ്ടുവന്നു. 3 ലീഫ് കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ താഴത്തേക്ക് വച്ചു. ഇനി ഇപ്പുറത്തുനിന്നും ഇങ്ങനെ കൊണ്ടുപോയി ഈ ഒരു പോയിന്റിൽ അവസാനിപ്പിച്ചു. ഈ ഒരു പോയിന്റിൽ നിന്നും കുറച്ച് മുകളിലോട്ട് കയറി വരട്ടെ. എന്നിട്ട് നമ്മളിത് ഹാർട്ട് ഷേപ്പിലൊരെണ്ണം കൊടുത്തു. അതേപോലെ എന്നിട്ട് ഞാൻ ഈ ലൈൻ ഇത്തിരി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇത്രയായി. ഇനി ഇത് നമുക്ക് വളരെ കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പം നമ്മളതിനെ ഇങ്ങനെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് കേട്ടോ, വേറെ എവിടെ നിന്നും അല്ല, സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഈ ഒരു പെറ്റൽ ആദ്യം സെൻറ്ററിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളത് ഇത് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ചെയ്യാം. നമ്മൾ സെൻറ്ററിൽ വരച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സെൻറ്റർ പോയിൻ്റിൽ തന്നെ ഞാൻ മുകളിൽ നിന്ന് താഴേക്കും ഇന്ന് മുകളിൽ നിന്ന് താഴേക്കും വരയ്ക്കാം കേട്ടോ. പക്ഷേ മേക്ക് ഷുവർ നമ്മൾ ഒരേ പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ മുകളിൽ നിന്ന് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. ആ ഒരു കേർവ്ഡ് ലൈൻ നമുക്ക് കിട്ടില്ല. അതിനാണ് നമ്മളെപ്പോഴും താഴേന്ന് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് വരയ്ക്കാൻ കിട്ടും. ഡ്രോയിങ് ദിസ്. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഒരു ബേസിക് ഫ്ലവറും കൂടെ വരയ്ക്കാനുണ്ട്. അത് നമ്മളെവിടെയാണ് വരയ്ക്കുന്നത്? ഈ ഒരു പിങ്ക് സെഗ്മെൻറ്റിൽ ഈ അറ്റത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരച്ചു. അത് നമ്മുടെ ബേസിക് ലീഫാണ് കേട്ടോ. നമ്മളെപ്പോഴും വരച്ചിരിക്കുന്ന, കഴിഞ്ഞ ക്ലാസ്സിലും എല്ലാം നമ്മൾ വരച്ചില്ല ആ ഒരു ലീഫ്. ഞാനത് ഇങ്ങനെ വരച്ചു. ഒരു 5 പെറ്റൽസ് വരുന്ന ഒരെണ്ണം. അപ്പം ഇത്രയും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളിനി വരച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഫില്ലിങ്സാണ്. അപ്പം നമുക്കത് ഫില്ലിങ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലവറിലാണ്. ഈ ഫ്ലവറിൽ ആകെ നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ നമ്മുടെ ഈ പെറ്റലിൻ്റെ ഈ ബോർഡർ ഒന്ന് നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അതായത് നടുവിലത്തെ ലൈനും ആ ഫ്രണ്ടിലത്തെ നമ്മൾ കണ്ടിരിക്കുന്ന ലൈനും അത് ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യും, കുറച്ച് വീതിയിൽ സ്കെച്ച് കൊണ്ട് ഒരു ഷാഡോ പോലെ ഇതിനെ ഇങ്ങനെ കൊടുക്കും. അത് ഹൈലൈറ്റ് ചെയ്യണം ബേസിക്കലി ആ ഒരു ഫ്ലവറിനെ. അപ്പോൾ നമ്മൾ അതിനെ നന്നായി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല
അപ്പോൾ ഉള്ളിലത്തത് ലൈറ്ററായിട്ടും പുറത്തത് ഡാർക്കറായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഇതിത്രയും നന്നായി വരയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ വാട്ടർ കളർ ഉണങ്ങിയതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പെന്ന് കൊണ്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇംപ്രിൻ്റ് ആവുന്നത് നല്ല ഡാർക്കായിട്ട് പ്രിൻ്റായിട്ട് വരും. കണ്ടു. അപ്പം ഈ ഒരു പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഐ എം യൂസിങ് ദിസ് ബ്ലാക്ക്. ഇതിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് കളർ, ഈ ഒരു സീരീസിൽ വരുന്ന ബ്ലാക്കാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ കുറച്ചേ എടുക്കുകയുള്ളൂ, ബാക്കി കൂടുതൽ പെയിൻ്റാണ് എടുക്കുക. വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കുറയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ കൊടുക്കും. എപ്പോഴും ഇങ്ങനെ സ്പെഷ്യലി ഫില്ലിങ്സ് പെയിൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മേക്ക് ഷുവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ആ കളറും ഈ കളർ, ഇപ്പോൾ പിങ്കും ബ്ലാക്കും കൂടെ മിക്സ് ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും. ആ ഹോൾ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗിയേ പോകും. എപ്പോഴും ബോഹോന് ഒരു ഇത്തിരി മൈൽഡ് ആൻഡ് മിക്സായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ, ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കും. നമ്മൾ ഈ അതിൻ്റെ മുകളിൽ വരയ്ക്കുന്ന ഫ്ലോറൽസ് എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് ഒരിത്തിരി ബ്ലാക്കിൻ്റെ കൂടെ നല്ല കോമ്പിനേറ്റഡായി ബ്ലാക്കിനെ എടുത്ത് കാണിക്കുന്ന കളേഴ്സ് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാർക്കർ കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് നമുക്ക് വേണ്ട രീതിയിൽ എടുത്ത് കാണിക്കില്ല. അപ്പോൾ ബ്ലാക്കിന് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സ് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് കഴിഞ്ഞു ഉള്ളത് ഈ ഒരു സെക്ഷനാണ്, ഈ മുകളിലത്തെ ഈ പർട്ടിക്കുലർ പാർട്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇനിയൊന്നും ഫില്ല് ചെയ്യാനില്ല. ഇത് ഇത്രേ കൊടുക്കുള്ളൂ. ഈ ബട്ടർഫ്ലൈൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രമേ കൊടുക്കാനുള്ളൂ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അത് വളരെ തിന്നായിട്ട് വേണം കൊടുക്കാൻ, കാരണം ഓൾറെഡി ഇത് കുറച്ച് തിന്നായിട്ടുള്ള ഭാഗമാണ്. ഞാൻ ഇങ്ങനെ പതുക്കെ കൊടുക്കുന്നത് ആ ഒരു കുറച്ച് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിൽ വരുമ്പോൾ തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ലീവ്സിന് ഭംഗിയും. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ആ സെൻറ്ററിലെ ലൈനില്ലേ, അത് നമ്മൾ കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അതല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് വേണം കൊടുക്കാൻ. കാരണം ആ സെൻട്രൽ ലൈന് നമ്മുടെ ലീവ്സിനെ ഓവർ ഷാഡോ ചെയ്യാൻ പാടില്ല, ഓവർ പവറിങ് ആവാൻ പാടില്ല. വളരെ സ്മൂത്തായിട്ട് കണ്ടോ, ഇങ്ങനെ വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ്സ് ടേക്ക് എ ഫൈനൽ ലുക്ക് അറ്റ് ദി ബോഹോ പെയിൻറ്റിങ് റിപ്പീറ്റഡ്. കണ്ടോ, ഇത്ര